നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഞാവൽക്കാട് എന്ന പാഠമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാഠം നന്നായി വായിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് സ്കൂളിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ വോളിയം വന്നിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് വ്യാഴാഴ്ച തന്നെ നാളെ തന്നെ നിങ്ങളത് പോയിട്ട് മേടിച്ച് കൊണ്ടുവയ്ക്കുക. അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്കത് തീർക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മേടിക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാവൽക്കാട് പക്ഷികളുടെ സ്വർഗമായിരുന്നു. എന്താണ് അതിന് കാരണം? സ്വർഗമാവാൻ കാരണം അവരുടെ കാട്ടിലേക്ക് കാരമുള്ളുകളും കള്ളിമുള്ളുകളും പാറക്കല്ലുകളും ഒരു മുഴം നീളമുള്ള അട്ടകളെയും മറുത്ത് കടന്ന് അവിടെ ചെല്ലാനായിട്ട് മനുഷ്യരോ മൃഗങ്ങളോ തയ്യാറാവില്ല. അവിടെ എത്ര എളുപ്പത്തിൽ അവർക്ക് എത്താൻ പറ്റില്ല. ഒന്നാമത്തെ കാരണം അത്. രണ്ടാമത്തെ കാരണം എന്താ? ഞാവൽപ്പഴം പഴുത്തു കഴിഞ്ഞാൽ കിളികൾക്ക് പുറത്തെങ്ങും പോകേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ തിന്ന് അവിടെ തന്നെ മതിച്ച് പാട്ടുപാടി കൂടുകയാണ്. ആ കഴിയുന്ന വരെ അവർക്ക് പുറത്ത് പോകേണ്ട ആവശ്യമില്ല. ഇര തേടി അന്വേഷിച്ച് പുറത്ത് പോകേണ്ട ആവശ്യമില്ല. ഭക്ഷണം തേടി പുറത്ത് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കൂടിയാണ് ഞാവൽക്കാട് ഒരു പക്ഷികളുടെ സ്വർഗമാണെന്ന് പറയാൻ കാരണം. ഈ സ്വർഗത്തിൽ എന്ത് സംഭവിച്ചു? ആരെങ്കിലും വായിച്ചു എന്ന് എനിക്കറിയില്ല. നിങ്ങൾ വായിക്കാം, ഞാൻ വായിച്ചു തരാം. എന്താണ് ഞാവൽക്കാട്ടിൽ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഒരു രാത്രി ഉണ്ടക്കണ്ണൻ മൂങ്ങയും കൂട്ടരും പറന്നെങ്ങോ പോയി തിരിച്ചു വരികയായിരുന്നു. അവരാണ് ആദ്യമായി ആ കാഴ്ച കണ്ടത്. ഞാവൽക്കാട്ടിൽ ഒരിടത്ത് തീ ആളിക്കത്തുന്നു. മനുഷ്യർ കാട് വെട്ടി തീയിട്ടിരിക്കുകയാണ്. ആദ്യം കാട്ടുമനുഷ്യരായിരിക്കുമെന്നാണ് ഉണ്ടക്കണ്ണൻ കരുതിയത്. അവർ തണുപ്പകറ്റാൻ കരിയില കൂട്ടി തീയിടാറുണ്ട്. പക്ഷേ ആവശ്യം കഴിഞ്ഞാൽ അത് കെടുത്തിയിട്ടേ അവർ പോകും. കാട്ടിലെ ഒരു ചെടി പോലും അവർ നശിപ്പിക്കില്ല. കാട് അവരുടെയും വീടാണല്ലോ. ഉണ്ടക്കണ്ണൻ സൂക്ഷിച്ചു നോക്കി. അതെ, അവർ നാട്ടുമനുഷ്യർ തന്നെ, സംശയമില്ല. കാട് നശിപ്പിക്കാനുള്ള ശ്രമമാണ്. ഉണ്ടക്കണ്ണനും കൂട്ടരും വേഗം മടങ്ങി ഗരുഡമ്മാവൻ്റെ അടുത്ത് വന്ന് വിവരം പറഞ്ഞു. അപ്പം എന്താ സംഭവിച്ചത്? ഉണ്ടക്കണ്ണനും കൂട്ടരും കൂടി ഒരു ദിവസം എങ്ങോ ഭക്ഷണം തേടിയോ എന്തിനോ ആവശ്യത്തിന് പുറത്തു പോയി അവർ വരികയായിരുന്നു. ആ വരുന്ന സമയത്ത് അവർ തീ കണ്ടു. കാട്ടിൽ തീ കത്തിക്കെടുക്കുന്നത് കണ്ടു. ഇത് കണ്ടപ്പോൾ അവർക്ക് ആകെ പേടിയായി. അവരെന്ത് ചെയ്തു? അവർക്ക് ആദ്യം തോന്നിയത് കാട്ടുമനുഷ്യരായിരിക്കും. തീ തണുപ്പകറ്റാനായിട്ട് ഇലയും ഒക്കെ കൂട്ടി തീയിട്ട് തണുപ്പിന് ചുറ്റും ഇങ്ങനെ ഇരുന്ന് നമ്മൾ ക്യാമ്പ് ഫയറൊക്കെ നടത്തില്ലേ, അതുപോലെ അവർ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ അവർ ചെയ്താൽ തന്നെ അവർ ആ തീയൊക്കെ അണച്ച് കാടിനൊരു കേടും വരുത്താതെയാണ് അവർ നോക്കേണ്ടത്. കാരണം കാട് അവരുടെയും വീടാണല്ലോ. അവരവിടെയാണ് താമസിക്കേണ്ടത്. അപ്പോൾ ഒരു ചെടിക്ക് പോലും അവർ ദോഷം വരുന്ന രീതിയിലൊന്നും പ്രവർത്തിക്കാറില്ല. അത് പക്ഷികൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് കാട്ടുമനുഷ്യരല്ല അത് ചെയ്തേ, നാട്ടുമനുഷ്യർ തന്നെ, സംശയമില്ല. കാട് നശിപ്പിക്കാനുള്ള ശ്രമമാണ്. നമ്മുടെ നാട്ടുമനുഷ്യന്മാർക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? സമാധാനമായിട്ട് ജീവിക്കുന്ന പക്ഷികളെയും മൃഗങ്ങളെയും ഉപദ്രവിക്കുക, കാടൊക്കെ നശിപ്പിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ഹോബി. അപ്പോൾ അങ്ങനെ അവരാണ് എന്നുള്ളത് കാര്യം പറഞ്ഞു. നേരെ അവർ വന്നിട്ട് അവരുടെ നേതാവായ ഗരുഡമ്മാവൻ്റെ അടുത്ത് വിവരം പറഞ്ഞു. ആദ്യം കാട്ടുമനുഷ്യരായിരിക്കുമെന്നാണ് ഉണ്ടക്കണ്ണൻ കരുതിയത്. അവർ തണുപ്പകറ്റാൻ കരിയില കൂട്ടി തീയിടാറുണ്ട്. പക്ഷേ ആവശ്യം കഴിഞ്ഞാൽ അത് കെടുത്തിയിട്ടേ അവർ പോകൂ. കാട്ടിലെ ഒരു ചെടി പോലും അവർ നശിപ്പിക്കില്ല. കാട് അവരുടെയും വീടാണല്ലോ. ഉണ്ടക്കണ്ണൻ സൂക്ഷിച്ചു നോക്കി. അതെ, അവർ നാട്ടുമനുഷ്യർ തന്നെ, സംശയമില്ല. കാട് നശിപ്പിക്കാനുള്ള ശ്രമമാണ്. ഉണ്ടക്കണ്ണനും കൂട്ടരും വേഗം മടങ്ങി ഗരുഡമ്മാവൻ്റെ അടുത്ത് വന്ന് വിവരം പറഞ്ഞു. അങ്ങനെ വിവരം പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവർ വിവരം പറഞ്ഞത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യർ കാടിനു തീ വച്ചിരിക്കുന്നു. നേരം വെളുത്തു വരുന്നതേയുള്ളൂ. പക്ഷികൾ പലതും ഉണർന്നിട്ടില്ല. ഗരുഡമ്മാവൻ ഏറ്റവും ഉയരമുള്ള കൊമ്പിലിരുന്ന് ചുറ്റും കണ്ണോടിച്ചു. അപ്പോൾ പക്ഷികളൊക്കെ ഉണർന്നു വരുന്നുള്ളൂ. അപ്പോൾ ഗരുഡമ്മാവൻ ഏറ്റവും മരത്തിൻ്റെ ഏറ്റവും മുകളിൽ പോയിരുന്നിട്ട് ചുറ്റും നോക്കി. വൃദ്ധനാണെങ്കിലും അമ്മാവൻ്റെ കണ്ണിൻ്റെ ശക്തി അപാരമാണ്. വയസ്സത്തിരി ആയെങ്കിലും കൂടി അമ്മാവൻ്റെ കണ്ണിൻ്റെ ശക്തി വളരെ കൂടുതലാണ്. നല്ല ഷാർപ്പായാണ് അല്ലേ? അതുപോലെ തന്നെ ഷാർപ്പ് കൊക്കും ഉണ്ട്. നല്ല കൂർത്ത കാഴ്ചശക്തിയും കൂർത്ത കൊക്കും കൂർത്ത നഖങ്ങളൊക്കെ ഉള്ളതാണ് നമ്മുടെ ഗരുഡൻ. എന്തിനേയും നേരിടാനുള്ള ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നൂല്ലേ? അപ്പോൾ ആ ഗരുഡൻ എന്ത് ചെയ്തു? മുകളിൽ കയറി നോക്കിയിരുന്നു. അമ്മാവൻ്റെ കണ്ണിൻ്റെ ശക്തി അപാരമാണ്. അകലെ തീയാളുന്നത് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. കാട്ടുതീയാണെന്നാണ് ആദ്യം തോന്നിയത്. പക്ഷേ അതല്ല, മൂങ്ങങ്ങൾ പറഞ്ഞതാണ് ശരി.
തീയിനു ചുറ്റും മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഗരുഡമ്മാവൻ കണ്ടു. നിമിഷ നേരം കൊണ്ട് മുതിർന്ന പക്ഷികളുടെ സഭ വിളിച്ചു കൂട്ടി. അപ്പം അങ്ങനെ നമ്മുടെ ഗരുഡമ്മാവൻ എന്ത് മനസ്സിലായി? ഈ മൂങ്ങകൾ പറഞ്ഞ കാര്യം തന്നെയാണ് ശരിയെന്നും അവർ നാട്ടുമനുഷ്യർ തന്നെ ചെയ്തു കൂട്ടുന്ന അക്രമങ്ങളാണ്, അവരാണ് തീയിട്ടിരിക്കുന്നതെന്നും നമ്മുടെ ഗരുഡമ്മാവന് മനസ്സിലായി. ഗരുഡമ്മാവൻ എന്ത് ചെയ്തു? മുതിർന്ന പക്ഷികളുടെ ഒരു സഭ വിളിച്ചുകൂട്ടി. ഗരുഡമ്മാവൻ എല്ലാ പക്ഷികളെയും വിളിച്ചുകൂട്ടി, അവരുടെ തലവന്മാരൊക്കെ വിളിച്ചുകൂട്ടി. എന്നിട്ട് എന്താ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. എല്ലാവരോടുമായി പറഞ്ഞു, വലിയൊരു അപകടം നമ്മെ പിടികൂടിയിരിക്കുന്നു. മനുഷ്യർ ഞാവൽക്കാടിന് തീ വെച്ചിരിക്കുകയാണ്. വാർത്ത കേട്ട് പല പക്ഷികളും വാവിട്ട് കരഞ്ഞു. മുട്ടകളും കുഞ്ഞുങ്ങളുമുള്ള അമ്മമാരാണ് ഏറെ പരിഭ്രമിച്ചത്. ഞാവൽക്കാട് വിട്ടുപോകുന്ന കാര്യം അവർക്കും ഇഷ്ടമല്ല. പക്ഷികളുടെ പരിഭ്രമവും കരച്ചിലും കണ്ടപ്പോൾ ഗരുഡമ്മാവനും സങ്കടമായി. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഗരുഡമ്മാവൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, വലിയൊരു അപകടം നമ്മെ പിടികൂടിയിരിക്കുന്നു. വലിയൊരു അപകടം നമ്മെ പിടികൂടിയിട്ടുണ്ട്. മനുഷ്യർ ഞാവൽക്കാടിന് തീ വെച്ചിരിക്കുകയാണ്. മനുഷ്യരെന്താ ചെയ്തിരിക്കണേ? ഞാവൽക്കാടിന് തീ വെച്ചിരിക്കുകയാണ്. വാർത്ത കേട്ട് പല പക്ഷികളും വിട്ട് കരഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ വീടിന് തീ പിടിച്ചു എന്നാണ് കേൾക്കണത്, നാടിന് തീ പിടിച്ചു എന്ന്. അപ്പോൾ എല്ലാവർക്കും വിഷമായി, അവരാകെ സങ്കടത്തിലായി. അവർ വിട്ട് കരഞ്ഞു. വാർത്ത കേട്ട് പല പക്ഷികളും വിട്ട് കരഞ്ഞു. മുട്ടകളും കുഞ്ഞുങ്ങളുമുള്ള അമ്മമാരാണ് ഏറെ പരിഭ്രമിച്ചത്. ഈ മുട്ടയും കൊണ്ട് ഇങ്ങോട്ട് പോവും, കുഞ്ഞുങ്ങൾ എന്ത് പറക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളാണ്, ഇവരൊക്കെ എന്ത് ചെയ്യും? അവരാകെ വിഷമത്തിലായി. അപ്പോൾ അമ്മമാരാണ് ഏറെ പരിഭ്രമിച്ചത്. ഞാവൽക്കാട് വിട്ടുപോകുന്ന കാര്യം ആർക്കും ഇഷ്ടമല്ല. സ്വർഗത്തിൽ നിന്ന് പോകാൻ ആരെങ്കിലും താല്പര്യം കാണിക്കുമോ? നമുക്ക് സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. എല്ലാ സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ സ്ഥലമാണ് സ്വർഗം. അവിടെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അല്ലേ? അത് വിട്ടു പോവാന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല. പക്ഷികളുടെ പരിഭ്രമവും കരച്ചിലും കണ്ടപ്പോൾ ഗരുഡമ്മാവന് സങ്കടമായി. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അവരെ വിഷമം കണ്ടപ്പോൾ ഗരുഡമ്മാവന് ആകെ വിഷമമായി, ഇവരെ ആകെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ. അപ്പം ഗരുഡമ്മാവൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അത്ര പെട്ടെന്നൊന്നും തീയോ മനുഷ്യനോ നമ്മുടെ താവളത്തിലെത്തില്ല. നമുക്ക് സാവധാനം എന്തെങ്കിലും ഉപായം ആലോചിക്കാം. അത്ര പെട്ടെന്നൊന്നും നമ്മുടെ സ്ഥലത്തേക്ക് മനുഷ്യരും തീയൊന്നും എത്തില്ല. അപ്പം നമുക്ക് ആഴത്തിലിരുന്നിട്ട് ആലോചിക്കാം. പക്ഷികൾ അവരുടെ കൂടുകളിലേക്ക് മടങ്ങി. 2 രാത്രിയും പകലും പക്ഷികൾ ഉറക്കമില്ലാതെ കഴിച്ചുകൂട്ടി. അപ്പോൾ കുറേ അകലെന്നാണ് തീ പിടിച്ച് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ 2 രാത്രി അവർ വിഷമിച്ച് കഴിച്ചുകൂട്ടി. ഉറക്കമില്ല അവർക്ക്. ഭക്ഷണം തേടി അകലേക്ക് പോകുവാൻ ഒരൊറ്റ കിളിയും ധൈര്യപ്പെട്ടില്ല. ആർക്കും പോകാൻ ധൈര്യമില്ല. തിരിച്ചു വരുമ്പോൾ എന്താ ഉണ്ടാവുകയെന്നറിയില്ല. അകലെ നിന്ന് നാവ് നീട്ടിക്കൊണ്ട് അരിച്ചരിച്ച് വരുന്ന തീയും പാറിപ്പറക്കുന്ന പുകയും മനുഷ്യരുടെ ശബ്ദങ്ങളും അവരെ ഭയപ്പെടുത്തി. ചില പക്ഷികൾ ഏതു നിമിഷവും താവളം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് പലർക്കും അറിയാമല്ലേ, നമ്മുടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ കഷ്ടപ്പാടുകൾ നമുക്കറിയാം. എന്തായിരുന്നു? കിട്ടിയത് വലിച്ചുകൊണ്ട് നമ്മൾ ക്യാമ്പുകളിലേക്ക് ഓടിപ്പോയതൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ പോവാനായിട്ട് പലരും തയ്യാറായിട്ട് നിൽക്കുകയാണ്. എവിടെയാണ് രക്ഷപ്പെടാൻ മാർഗം? കിട്ടിയതൊക്കെ എടുത്ത് പോകാന്നുള്ള രീതിയിൽ പക്ഷികൾ എപ്പോൾ വേണമെങ്കിൽ കൂട് വിട്ട് പോകാനായിട്ട് അവർ തയ്യാറായിട്ടിരിക്കുകയാണ്. പക്ഷികൾ അവരുടെ അപ്പം അന്നത്തെ സമ്മേളനം കഴിഞ്ഞ് ഒരു കൂടിലേക്ക് മടങ്ങി. 2 രാത്രിയും പകലും പക്ഷികൾ ഉറക്കമില്ലാതെ കഴിച്ചുകൂട്ടി. ഭക്ഷണം തേടി അകലേക്ക് പോകാൻ ഒറ്റ കിളികളും ധൈര്യപ്പെട്ടില്ല. അവർക്ക് ആർക്കും ധൈര്യം ഉണ്ടായില്ല പോകാനായിട്ട്. അകലെ നിന്ന് നാവ് നീട്ടിക്കൊണ്ട് അരിച്ചരിച്ചു വരുന്ന തീയും പാറിപ്പറക്കുന്ന പുകയും മനുഷ്യരുടെ ശബ്ദങ്ങളും അവരെ ഭയപ്പെടുത്തി. ഇതൊക്കെ അവർക്ക് പേടിയായിരുന്നു. മനുഷ്യരെ കണ്ടപ്പോഴും പിന്നെ തീയും എന്തായാലും നമുക്ക് നാശമാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. ചില പക്ഷികൾ ഏതു നിമിഷവും താവളം ഉപേക്ഷിച്ച് പോകാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു. പെട്ടിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ഇരുന്ന മാതിരി അവർ റെഡിയായി പറന്ന് പോകാനായിട്ട്. അവർക്ക് പിന്നെ പെട്ടിയും കിടക്കൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഗരുഡമ്മാവനാണ് ആകെ പരിഭ്രമിച്ചത്. ആൾക്കാകെ തൻ്റെ പ്രജകളെ എങ്ങനെ സംരക്ഷിക്കും? ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെ കടമയാണ് എന്ത്? അണികൾക്ക് ആപത്ത് വരാതെ സംരക്ഷിക്കല്. ഈ നേതാവിന് വേണ്ടിയിട്ടാണ് അവർ പണിയെടുക്കുന്നത്. അപ്പം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് നേതാവിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പം ഗരുഡമ്മാവനാണ് ആകെ പരിഭ്രമിച്ചത്.
പക്ഷിവർഗത്തെ സംരക്ഷിക്കേണ്ടത് തൻ്റെ ചുമതലയാണ്. 4-5 ദിവസം കൂടി കഴിഞ്ഞാൽ തീ ഇങ്ങെത്താനാണ് സാധ്യത. അപ്പോൾ തീ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന്, അപ്പോൾ വലിയ കാടാണ്. അപ്പോൾ അതിൻ്റെ ഒരു അറ്റത്തുനിന്ന് തീ കത്തി 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 ഇവിടെ അടുത്തെത്തും. 5 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും തീ നമ്മുടെ അടുത്തെത്തും. അതിനാണ് സാധ്യത എന്നുള്ളത് അമ്മാവന് മനസ്സിലായി. മുട്ടയിട്ട് അടയിരിക്കുന്ന പക്ഷികളുടെ കാര്യമാണ് കൂടുതൽ കഷ്ടം. കാക്കകൾ പലതും ഗരുഡമാവൻ്റെ കണ്ണു വെട്ടിച്ച് താവളം വെടിഞ്ഞു പോയി. കാക്കകൾ ആപത്ത് വരുമ്പോൾ കൂടെ നിൽക്കാത്ത ആൾക്കാരാണ് ഇതേ കാക്കകൾ. ഈ സ്വഭാവം അത്ര നല്ലതല്ല അല്ലേ? നമ്മൾക്കൊരു ആപത്ത് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ നമുക്കതിനെ തരണം ചെയ്ത് മുന്നോട്ട് കയറാൻ പറ്റും. നമുക്കിപ്പോൾ നമ്മുടെ പ്രളയം വന്നപ്പോഴും അതാണ് കണ്ടത്. നമ്മുടെ ജനങ്ങൾ ജാതി മതമൊക്കെ മറന്നു ഒറ്റക്കെട്ടായി നിന്ന് എല്ലാവരെയും രക്ഷിക്കാനും വെള്ളത്തിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകാനും, നമ്മൾ ഹെലികോപ്റ്ററിൽ വന്ന് കൊണ്ടുപോയതും വഞ്ചിയിൽ പോയിട്ട് അതിലും അപകടത്തിൽ പെട്ട് മരിക്കുന്ന രക്ഷാപ്രവർത്തകരെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് നിന്നാലാണ് നമ്മുടെ നാടിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ അത്തരത്തിൽ നിൽക്കാതെ അവിടെ നിന്ന് മുങ്ങണ ആൾക്കാർ അവരത്ര ശരിയുള്ള ആൾക്കാരല്ല. ആ പ്രവണത ഒരു നല്ല പ്രവണതയല്ല. എല്ലാവരും അപകടത്തിൽ പെടുമ്പോൾ ഒപ്പം നിന്ന് സഹായിക്കുകയോ അല്ലെങ്കിൽ അതിൽ സഹകരിക്കുകയോ ചെയ്യാതെ തന്നിഷ്ടം നോക്കി പോകുന്നവർ നല്ല ഒരു കൂട്ടായ്മയിൽ നിർത്താൻ പറ്റിയ ആൾക്കാരല്ല. മുട്ടയിട്ട് അടയിരിക്കുന്ന പക്ഷികളുടെ കാര്യമാണ് കൂടുതൽ കഷ്ടം. കാക്കകൾ പലതും ഗരുഡമാവൻ്റെ കണ്ണു വെട്ടിച്ച് താവളം വെടിഞ്ഞുപോയി. മൂങ്ങകളിൽ ചെറുപ്പക്കാർക്ക് സ്ഥലം വിടാൻ തിടുക്കമായി. അവരും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം തുടങ്ങി. അപ്പം എന്താണ് ഉണ്ടായത്? അടുത്തത് നമുക്ക് നോക്കാം. ഉണ്ടക്കണ്ണൻ, ഇനി അവിടെ ഉണ്ടക്കണ്ണൻ ബാക്കിയുണ്ട് അല്ലേ? ഉണ്ടക്കണ്ണൻ മൂങ്ങ അവരെ സമാധാനിപ്പിച്ചു. ചെറുപ്പക്കാരായിട്ടുള്ള മൂങ്ങകളെ ഉണ്ടക്കണ്ണൻ മൂങ്ങ സമാധാനിപ്പിച്ചു. ഗരുഡമ്മാവനാണ് നമ്മുടെ നേതാവ്. നമ്മുടെ നേതാവ് ആരാ? ഗരുഡമ്മാവനാണ് നമ്മുടെ നേതാവ്. അദ്ദേഹം പറയുന്നതനുസരിക്കുന്നതാണ് ഭംഗി. അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ ഗരുഡമ്മാവൻ. ഒരുപാട് കാലം കിളികളൊക്കെ സംരക്ഷിച്ച് പോകുന്നതാണ്, ഈ നാട്ടിൽ ജീവിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ അനുസരിക്കുകയാണ് കൂടുതൽ ഭംഗി. മറ്റുള്ളവർ ആപത്തിൽ പെടുമ്പോൾ നമ്മൾ മാത്രം രക്ഷപ്പെടുന്നത് ശരിയല്ല. ഒന്നുകിൽ ആ അപകടത്തിൽ അവരോട് കൂടെ നമുക്ക് നിൽക്കാം. ഒറ്റയ്ക്ക് മാറിപ്പോണത് അത്ര ശരിയുള്ള കാര്യമല്ല എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ഉണ്ടക്കണ്ണൻ മൂങ്ങ പറഞ്ഞു. അർദ്ധരാത്രി സമയം. ഗരുഡമ്മാവൻ വൃക്ഷത്തലപ്പിൽ ഉറക്കമിളച്ചിരിക്കുകയാണ്. കൂട്ടിന് വയസ്സന്മാരായ 2-3 മൂങ്ങകളുമുണ്ട്. രാത്രി കണ്ടു കാണാൻ അവർക്കാണ് എളുപ്പം. അർദ്ധരാത്രി സമയമാണ്. തീജാലകൾ ഇടയ്ക്കിടെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരുന്നു. ഞാവൽക്കാട്ടിലെ വള്ളിക്കുടിലിൽ കുളക്കോഴികൾ കൂട്ടം കൂടി കൂവി. ആകെ പേടിച്ചിട്ടുണ്ട് എല്ലാവരും. അകലെ ഏതോ മലയിൽ നിന്നും കുറുക്കന്മാരുടെ ഓരിയിടൽ മുഴങ്ങി. അപ്പം തന്നെ നമുക്ക് പേടിയാവൂലേ? കുറുക്കൻ്റെ ഒച്ച, കുളക്കോഴിയുടെ ഒച്ച. രാത്രിയാകുമ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഭയമാണ് നമുക്ക്. കാലൻ കോഴിയുടെ കൂവൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഭയം വരും എല്ലാവർക്കും. അങ്ങനെ ഇതിൻ്റെയൊക്കെ ശബ്ദം കേട്ടു തുടങ്ങി. അകലെ ഏതോ മലയിൽ നിന്നും കുറുക്കന്മാരുടെ ഓരിയിടൽ മുഴങ്ങി. ആകാശത്തിൻ്റെ വിരിമാറിൽ കൂടി മിന്നൽ പിണരുകൾ പാഞ്ഞു പോകുന്നത് അവർ കണ്ടു. പെട്ടെന്ന് ഇങ്ങനെ ഇടിമിന്നലും ആകെ വല്ലാത്തൊരു ഭയപ്പെടുത്തുന്ന അന്തരീക്ഷം. തുടർന്ന് അതിഭയങ്കരമായി ഇടിവെട്ടി. വീണ്ടും ഇടിവെട്ടുകൾ. കാടും പരിസരവും കുലുങ്ങി. പോരാത്തതിന് തീ അവിടെ അങ്ങനെ ആളിക്കത്ത്. അതിൻ്റെ ഇടയിലാണ് ഇടിവെട്ടും പിന്നെന്താ നല്ല മിന്നലും എല്ലാതും. ആകെ കുറുക്കന്മാരുടെ ഒച്ചയിടലും. ആലോചിക്കാൻ വയ്യ അല്ലേ? നമുക്ക് പേടിപ്പിക്കുന്ന ഒരു ഭീകരമായൊരു അവസ്ഥയാണ് അവിടെ ഉണ്ടാവുക. അപ്പം എന്താ സംഭവിച്ചതെന്ന് നോക്കാം. കാട് വെട്ടി തീയിട്ടിരുന്ന മനുഷ്യരുടെ കൂട്ടക്കരച്ചിൽ അവർ കേട്ടു. മനുഷ്യരുടെ കൂട്ടക്കരച്ചിൽ പേടിച്ചിട്ട്. കാട് വെട്ടി തീയിട്ടിരുന്ന മനുഷ്യരുടെ കൂട്ടക്കരച്ചിൽ അവർ കേട്ടു. തുള്ളിക്കൊരു കുടം എന്ന മട്ടിൽ മഴ കോരിച്ചൊരിയാൻ തുടങ്ങി. ഗരുഡമ്മാവൻ സ്വയം പറഞ്ഞു, പ്രകൃതി എൻ്റെ പ്രാർത്ഥന കേട്ടു. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞങ്ങളുടെ കൂടെ മുട്ടയിട്ടിരിക്കുന്ന പക്ഷികൾ എല്ലാവരും കരഞ്ഞു വിളിക്കുകയാണ്. ഗരുഡമ്മാവനും പ്രാർത്ഥിക്കുകയാണ് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം എന്നുള്ളത്. അപ്പോഴാണ് ഭയങ്കര ഇടിവെട്ടും മിന്നലും ഒക്കെ വന്നത്. ആ സമയത്ത് കുറുക്കന്മാരുടെ ഓരിയിടൽ, പിന്നെ കുളക്കോഴികളുടെ കൂട്ടത്തോടെയുള്ള നിലവിളി, ഇതെല്ലാം കൂടി ആകെ ഒരു ഭയങ്കരമായൊരവസ്ഥ, ഭീകരാവസ്ഥയിൽ വന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് മഴ തുടങ്ങി. തുള്ളിക്കൊരു കുടം, അതായത് അത്ര ശക്തിയായിട്ട് ഒരു തുള്ളി വീണ് ഒരു കുടം വെള്ളം കിട്ടും. അത്രയും ശക്തിയായിട്ട് അത്രയും വലിയ തുള്ളികളായിട്ട് മഴ പെയ്യാൻ തുടങ്ങി.
അപ്പോൾ ഗരുഡമാമൻ പറയാണ്, ആ സമയത്ത് കാട് വെട്ടി തീയിട്ടിരുന്ന അവരുടെ ലക്ഷ്യമൊക്കെ തകർന്നു അല്ലേ, അവരുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റിയില്ല. മനുഷ്യരുടെ കൂട്ടക്കരച്ചിൽ അവർ കേട്ടു. തുള്ളിക്കൊരു കുടം എന്ന മട്ടിൽ മഴ കോരിച്ചെറിയാൻ തുടങ്ങി. ഗരുഡമാമൻ സ്വയം പറഞ്ഞു, പ്രകൃതി എൻ്റെ പ്രാർത്ഥന കേട്ടു, നമ്മളെ രക്ഷിക്കാൻ പ്രകൃതി കനിഞ്ഞു അല്ലേ, നമ്മുടെ പ്രാർത്ഥന കേട്ടു. അത്യാഹ്ലാദം കൊണ്ട് കൂടുകളിൽ നിന്നും കിളികൾ വിളിച്ചു പറഞ്ഞു, പെയ്യട്ടെ മഴ പെയ്യട്ടെ. ആ കൂട്ടിൽ നിന്ന് പക്ഷികളൊക്കെ കൂടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, മഴ പെയ്യട്ടെ മഴ പെയ്യട്ടെ, പെയ്യട്ടെ മഴ പെയ്യട്ടെ. അപ്പം എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. മൂങ്ങക്കാരണവന്മാർ ഗരുഡമാമനോട് പറഞ്ഞു. എന്താ അവർ പറഞ്ഞത് നോക്കാം, നമുക്ക് കാണില്ലേ ഇപ്പം നിങ്ങൾക്ക്. ഓക്കെ, മൂങ്ങക്കാരണവന്മാർ ഗരുഡമാമനോട് പറഞ്ഞു, നമ്മളെ രക്ഷിക്കാനാണ് മഴ എത്തിയത്. ഇനി തീയിനും മനുഷ്യനും രക്ഷയില്ല. മൂങ്ങ യുവാക്കൾ ഞാവൽ മരത്തിന് ചുറ്റും പറന്ന് ആഹ്ലാദം വെളിപ്പെടുത്തി. നേരം വെളുത്തിട്ടും മഴ കോരിച്ചൊരിയുകയാണ്. ഗരുഡമാവൻ പറന്ന് വട്ടം ചുറ്റി തിരിച്ചു വന്നു. എല്ലാ പക്ഷികളോടുമായി പറഞ്ഞു, ഇനി പേടിക്കാനില്ല, ഞാവൽക്കാട്ടിൽ തീയുമില്ല മനുഷ്യനുമില്ല. അന്ന് പക്ഷികൾ സമാധാനത്തോടുകൂടി ഭക്ഷണം തേടി പുറത്തിറങ്ങി. അപ്പോൾ നമ്മുടെ ഗരുഡമാവൻ മുകളിൽ കയറി ഒന്ന് വട്ടം കറങ്ങി, ആകാശത്തൊന്ന് വട്ടം കറങ്ങി നോക്കി. അപ്പോൾ എന്നിട്ട് അറിയിപ്പ് കൊടുത്തു, എന്താണ്, ഞാവൽക്കാട്ടിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. എന്താ, മഴയും പോയി മനുഷ്യരും പോയി, ഇനി അവരുടെ ശല്യമൊന്നും നമുക്കില്ല. സുഖമായിട്ട് നമുക്ക് സമാധാനത്തോടുകൂടി ഭക്ഷണം തേടി പുറത്തിറങ്ങാം. അതിനുള്ള എല്ലാ നമ്മുടെ ആപത്തുകളും ഒഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പക്ഷികളൊക്കെ ഭക്ഷണം തേടി പുറത്തിറങ്ങി സമാധാനമായിട്ട് അവർ വീണ്ടും അവരുടെ ജീവിതം അവിടെ തുടങ്ങി. അപ്പോൾ കഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് കിട്ടി നന്നായി വായിക്കുക. ഇതിൽ ഒരുപാട് ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും ഉള്ള ഒരു പാഠമാണിത്. അപ്പോൾ ഞാനിന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ പാഠം തറായിട്ട് വായിക്കുക. നന്ദി, നമസ്കാരം.